ആദ്യമായി ഇന്നത്തെ ഈ ഓൺലൈൻ ബോധവൽക്കരണ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച മലബാർ ഡെന്റൽ കോളേജ് അധികൃതർക്കും IDA തൃശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങൾക്കും നാഷണൽ ഹെൽത്ത് മിഷൻ റോട്ടറി ചാലക്കുടി ഭാരവാഹികൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ തിരക്കേറിയ ഈ സായാഹ്ന വേളയിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തിയ എല്ലാ നല്ലവരായ ആശാ വർക്കേഴ്സിനും ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു വിഷയം മുച്ചുണ്ട് മുറിയണ്ണാക്ക് അതിന്റെ പരിഹാരങ്ങളും പരിപാലനവും എന്ന ടോപ്പിക് ആശാ വർക്കേഴ്സിലേക്ക് എത്തിക്കാൻ വെബിനാർ മുഖേന എത്തിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ ഓർഗനൈസേഴ്സിനും അഭിനന്ദിക്കുന്നു. ഏതൊരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലും അതിന്റെ ബാക്ക് ബോൺ പറയുന്നത് അതിന്റെ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ CDH ചെയർമാനും പറയുന്നുണ്ടായിരുന്നു, ആശാ വർക്കേഴ്സിന് ഇതിൽ വലിയൊരു പങ്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മുച്ചുണ്ട് മുറിയണ്ണാക്കിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു പരിമിത സമയത്തിൽ നമുക്കത് കഴിയുന്നത്രയും ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എത്ര പേര് ഇതുപോലെ ഒരു സിറ്റുവേഷൻ മുന്നേ അഭിമുഖീകരിച്ചിട്ടുണ്ട്? അതായത് മുച്ചുണ്ട് മുറിയണ്ണാക്കുമുള്ള കുട്ടികളും അവരുടെ വളരെ ആകാംക്ഷയോടെ ഉള്ള മാതാപിതാക്കളുടെ അതോ ബന്ധുക്കളുടെയും ആ വിഷമമേറിയ മുഖം നിങ്ങൾ എത്ര പേര് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവാം? എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട്? ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കാമോ? ആരും ഇത് മുന്നേ കണ്ടിട്ടുണ്ട്? ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലായാലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ നമുക്കും ഒരു ആശങ്കയാണ്, ഇവരോട് എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കാം, അല്ലേ? അപ്പോൾ ഇത് വളരെ ഒരു സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് വളരെ ഒരു സർവ്വസാധാരണമായ ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ്. ഇപ്പൊ ലോകമെമ്പാടും എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 700 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു വൈകല്യം ഉണ്ടായേക്കാം. ഇപ്പൊ നമ്മുടെ ഏഷ്യൻ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 500 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു വൈകല്യം ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇത് വളരെ ഒരു കോമൺ ആയ ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ്. പക്ഷെ ഇതൊരു എമർജൻസി ആയിട്ടുള്ള ഒരു സർജറിയോ അതൊരു എമർജൻസി ആയ ഒരു ഇന്റർവെൻഷനോ ജനിക്കുമ്പോ തന്നെ ആവശ്യമില്ല. പക്ഷെ ഓരോരോ ടൈം ലൈനിൽ ഓരോരോ സർജറി ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഏതൊരു കുട്ടിയുടെ പോലെയും നോർമലായ ഒരു ഭാവി ഇവർക്ക് നമുക്ക് നൽകാം. അപ്പൊ ഇത് എന്താണ് ഈ ക്ലെഫ്റ്റ്, അതായത് എന്താണ് ഈ മുറിച്ചുണ്ട് മുറിയണ്ണാക്ക്? ഇത് ചിലപ്പോൾ ചുണ്ടിന്റെ മാത്രമായ ഒരു വിടവാകാം. ഇപ്പൊ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പകുതിയുള്ള ചുണ്ടിന്റെ മാത്രം വിടവാവാം, അല്ലെങ്കിൽ ഒരു സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചുണ്ട് മോണയുടെ വിടവാവാം, അല്ലെങ്കിൽ ഒരു സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചുണ്ടും മോണയും കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവാവാം, അല്ലെങ്കിൽ 2 സൈഡിന്റെ വിടവാവാം. ചിലപ്പോൾ കാണുമ്പോൾ ചുണ്ടൊക്കെ കംപ്ലീറ്റ് നോർമൽ ആയിരിക്കും, അണ്ണാക്ക് വായ തുറന്നു നോക്കുമ്പോഴായിരിക്കും ഒരു ഹോള് പോലെ ഇങ്ങനെ അണ്ണാക്ക്, അതായത് നമ്മുടെ വായയുടെ ഉള്ളിൽ നോക്കുമ്പോൾ മോൾ ഭാഗത്ത് ഒരു ചെറിയൊരു ഹോൾ. ഇതിനെയാണ് മുച്ചുണ്ട് മുറിയണ്ണാക്ക് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷില് ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയും. ഈ അനോമലി, അതായത് ഈ ഒരു പ്രശ്നം ചിലപ്പോൾ നമുക്ക് അനോമലി സ്കാനിലൂടെ കണ്ടെത്താം. അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഇപ്പൊ ഏതൊരു പ്രഗ്നന്റ് ആയ ലേഡിയും ഒരു 4-5 മാസത്തില് അനോമലി സ്കാൻ എടുക്കും. ആ ഒരു സ്കാനിൽ ചിലപ്പോ ഈ ചുണ്ടിന്റെ വിടവ് നമുക്ക് ഇതേപോലെ സ്കാനിൽ നമുക്ക് ഇങ്ങനെ ഒരു വിടവ് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇതിങ്ങനെ ഒരു ചുണ്ടിന്റെ വിടവ്, ഒരു സൈഡിലത്തെ ചുണ്ടിന്റെ വിടവ് കാണാം. അപ്പൊ തന്നെ കുട്ടിയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ പാരന്റ്സിന് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ്സിന് ആശങ്കയാണ്, അയ്യോ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇനി എന്ത് ചെയ്യും, ആരെ കാണിക്കണം, എങ്ങനെ ഇത് ഫേസ് ചെയ്യണം. അല്ലെങ്കിൽ ചില സമയത്ത് എന്താ സംഭവിക്കുക, ഈ സ്കാനിലെല്ലാം നോർമൽ ആയിരിക്കും, പക്ഷെ നമ്മള് കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയെ നോക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു വൈകല്യം നേരിടാം. അപ്പൊ തന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ആദ്യമായ ഒരു കുട്ടിയാണെങ്കിൽ എത്രയോ പ്രതീക്ഷയോടെ ആയിരിക്കും അവരുടെ അച്ഛനും അമ്മയും ഈ കുട്ടിയെ നോക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ ഒരു വൈകല്യം കാണുമ്പോൾ അവർ
തകർന്നു പോകും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളെ പോലെ ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം നൽകാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇത് പൊതുവെ ഈ ഇങ്ങനത്തെ കുറെ തെറ്റിദ്ധാരണകൾ കുറവായിരിക്കും, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ കുറവായിരിക്കും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായ അമ്മയെ ആദ്യം തന്നെ പറയാനൊന്നും ബാക്കി ഉണ്ടാവില്ല. അമ്മയുടെ തെറ്റായിരിക്കും ഈ ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടായത്. അത് അല്ലെങ്കിൽ അമ്മ എന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ദൈവകോപമായിരിക്കും, അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഒരു ഒട്ടേറെ എന്താ പറയാ അന്ധവിശ്വാസങ്ങൾ ഇതിലുണ്ട്. കേരളത്തിൽ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ കുറവാണ്. എന്നാലും പൊതുവെ ഇത് ചിലപ്പോൾ കുടുംബ ബന്ധം വരെ തകരാൻ ഈ ഒരു പ്രശ്നം മതി. അപ്പോ ആദ്യമായി ഇവരോട് ഇടപെടുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഫാമിലിയെ ഒത്തൊരുമിച്ച് ഈ ഒരു യാത്രയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ മുഖം അല്ലെങ്കിൽ വായ അല്ലെങ്കിൽ ചുണ്ട് ഏതൊരു നോർമലായ കുട്ടിയുടെ മുഖം എങ്ങനെ ഉണ്ടാവുന്നു എന്ന്. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഓരോരോ സ്റ്റേജിൽ എങ്ങനെ ചുണ്ട്, മൂക്ക്, വായ, മുഖത്തിന്റെ കംപ്ലീറ്റ് ഒരു രൂപരേഖ ഫോം ചെയ്യണത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഫ്യൂഷൻ സംഭവിച്ചില്ല, അല്ലെങ്കിൽ ചുണ്ടിന്റെ അല്ലെങ്കിൽ മൂക്കിന്റെ ഒരു വിടവ് വരും. നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു വിടവ് വരണേന്ന് ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പല കാരണങ്ങളുണ്ട്. അതായത് ഇപ്പൊ ചിലപ്പോ ഈ ഗർഭം ധരിക്കുന്ന സമയത്ത് അമ്മ ആവശ്യത്തിനേറെ ഫോളിക് ആസിഡ് കഴിച്ചില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മ സ്മോക്കിംഗ്, അല്ലെങ്കിൽ അച്ഛൻ സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻവയറമെന്റ് അതായത് നമ്മുടെ പരിസരമായി എന്തെങ്കിലും ബന്ധപ്പെട്ട കാരണങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ തമ്മിൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ അതായത് കൺസാൻജിനസ് മാരേജ്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി അതായത് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഇതേപോലെ ഹിസ്റ്ററി ഉള്ള ഫാമിലിയിലാണ്. ആരോ കൈപൊക്കിയുണ്ടല്ലോ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ആരാ കൈപൊക്കിയിരിക്കണേ? എന്തെങ്കിലും സംശയം ചോദിക്കാനാണോ? അല്ലെങ്കിൽ നമുക്ക് എല്ലാം അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അപ്പോ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അടുത്തൊരു കുട്ടിക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ പല കാരണങ്ങളും കൊണ്ടാണ് ഈ ഒരു വൈകല്യം ഉണ്ടാവണേ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് എന്തൊക്കെ കുട്ടിക്ക് നേരിടേണ്ടി വരും? അതായത് കുട്ടിക്ക് ജനിക്കുമ്പോ പാല് വലിച്ചു കുടിക്കാൻ പറ്റില്ല, കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കേൾക്കാൻ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് കൂടാതെ സമൂഹത്തിൽ ഈ കുട്ടികൾ സമയത്തിന് ട്രീറ്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ ഒറ്റപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഈ കുട്ടീനെ കളിയാക്കപ്പെടുക, കാണുമ്പോഴുള്ള വൈകല്യം കൊണ്ട് കളിയാക്കപ്പെടുക, അല്ലെങ്കിൽ അത് കാരണം ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ സംസാരം ശരിയല്ലാത്ത കാരണം ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കണേ, അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ സംസാരിക്കണേ, ഇവളുടെ സംസാരം ശരിയല്ലല്ലോ, വേണ്ടപ്പെട്ട ജോലികൾ നഷ്ടപ്പെടുക. അങ്ങനെ പല കാരണം കൊണ്ടും ഈ കുട്ടികൾ സമയത്തിന് ട്രീറ്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ് ഇവർക്ക് വേണ്ടപ്പെട്ട ട്രീറ്റ്മെന്റ് കറക്റ്റായ സമയത്ത് നല്ല രീതിയിൽ ലഭിക്കേണ്ടത്. അപ്പൊ ചിലപ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ മുച്ചുണ്ടും ഇന്നും എല്ലാം കോക്കയായിരിക്കും, അണ്ണാക്കിന്റെ വിടവായിരിക്കും. അപ്പൊ ജനിക്കുമ്പോ തന്നെ അമ്മ പാല് കുടിക്കുമ്പോ ചിലപ്പോൾ കുട്ടി വലിച്ചു കുടിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പാല് കൊടുക്കുമ്പോ മൂക്കി കൂടെ പാല് വരാം. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ സംശയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് എന്താ അണ്ണാക്കിന്റെ വിടവുണ്ടോ എന്ന് തന്നെ നമ്മൾ നോക്കണം. ചിലപ്പോ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ട് പല പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ നിയോനേറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ പല ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് ഈ ഒരു പ്രശ്നമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവർ നിങ്ങൾ നേരാവണ്ണം പാല് കൊടുക്കാത്ത കാരണമാണ്, അല്ലെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നോക്കുന്നില്ല, അതൊക്കെ ആയിരിക്കും പറയാം. ഒരു വളരെ ഒരു സിമ്പിൾ ആയിട്ട് ആ കുട്ടിയുടെ വായയുടെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മനസ്സിലാക്കും അണ്ണാക്കിന്റെ വിടവുണ്ടെന്ന്.
അങ്ങനെ എത്രയോ ഈ അണ്ണാക്കിന്റെ വൈകല്യങ്ങൾ ചിലപ്പോൾ 2 വയസ്സ് 4 വയസ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കണ്ടു വരാം. അങ്ങനെയും കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സ് ട്രീറ്റ്മെന്റ് എടുക്കാം. അപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഒരു സിമ്പിൾ ആയിട്ട് ഇവരെ കാണാൻ ചെല്ലുമ്പോൾ, അതായത് നിങ്ങൾ ഓരോ വീട്ടിലും ഓരോ കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സിന് കൗൺസിലിംഗ് കൊടുക്കാൻ പോകുമ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. അതായത് എങ്ങനെ നിങ്ങളുടെ ഈ കുട്ടികളെയൊക്കെ എക്സാമിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈയൊക്കെ നല്ലോണം കഴുകി ഒരു സ്റ്റെറൈൽ ഗ്ലൗ ഉപയോഗിച്ച് നല്ല വെളിച്ചത്തിൽ ആരെങ്കിലും ഈ കുട്ടിയുടെ സ്ഥലം ഒന്ന് ഹോൾഡ് ചെയ്ത് പതുക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നാവൊന്ന് പതുക്കെ താഴ്ത്തി അണ്ണാക്കൊക്കെ എക്സാമിൻ ചെയ്ത് നോക്കുക. അണ്ണാക്കിൽ എന്തെങ്കിലും വിടവുണ്ടോ? അണ്ണാക്കിൽ എക്സാമിൻ ചെയ്യുമ്പോൾ ചിലപ്പോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു വിടവ് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അണ്ണാക്കിന്റെ ശരിക്കുള്ള വിടവുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ ചെറു അണ്ണാക്കിന്റെ, അതായത് ചെറുനാവ് എന്ന് പറയും, ആ ചെറുനാവിന്റെ അവിടെ ഒരു വിടവായിരിക്കും. ചിലപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ അണ്ണാക്ക് തുറന്നിരിക്കുന്നുണ്ടാവും. അങ്ങനെ പല രീതിയിൽ ഈ അണ്ണാക്കിന്റെ വിടവ് വരാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം, അതായത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന തന്നെ വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ബോധവൽക്കരണ ടോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സാമിനേഷൻ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് പല ഇങ്ങനത്തെ വൈകല്യങ്ങൾ മുൻകൂട്ടി തന്നെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അതായത് ഇതാണ് ഇങ്ങനത്തെ കുട്ടികളെ നോക്കുമ്പോൾ കാണുന്നത്. ഇതിപ്പോ അണ്ണാക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിടവാണ്. അണ്ണാക്ക് ഇപ്പൊ ചെറുനാവ് 2 സൈഡിലേക്ക് ഇരിക്കുന്നത് കാണാം. അപ്പൊ നിങ്ങള് ഇതേപോലെ അണ്ണാക്ക് തുറന്ന് ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അണ്ണാക്ക് ഇങ്ങനെ തുറന്നിരിക്കുന്നത് കാണാം. അതല്ലെങ്കിൽ ഇതിപ്പോ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അണ്ണാക്കിന്റെ വിടവ് ഉണ്ടോ ഇല്ലയോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തന്നാൽ നന്നായിരിക്കും. ആർക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അണ്ണാക്കിന്റെ വിടവ് ഉണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ അണ്ണാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്റാക്ട് ആയിട്ടിരിക്കും. പക്ഷെ ഇവിടെ ഒരു വര പോലെ കാണുന്നുണ്ടോ? ഇങ്ങനത്തെ വൈകല്യങ്ങളെയാണ് നമ്മൾ സബ്മ്യൂക്കസ് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം അണ്ണാക്കിന്റെ വിടവുണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഏതൊരു സാധാരണ ഒരാൾ നോക്കുമ്പോഴും അണ്ണാക്കിന്റെ യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ ഒരു 2 വയസ്സ് ഒരു 3 വയസ്സാകുമ്പോൾ കുട്ടി സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ക്ലിയർ ആവില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ പാല് വലിച്ചും കുടിക്കുന്നുണ്ടാവില്ല. ഇതിന്റെ മസിലിന്റെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഇവിടെ കാണാം. ഇതൊരു പ്രത്യേക തരം അണ്ണാക്കിന്റെ വിടവാണ്. അതിനെ സബ്മ്യൂക്കസ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയും. അത് കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡിപ്രഷൻ കാണാം. അപ്പൊ അങ്ങനത്തെ കുട്ടികളെയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനെ കൗൺസിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അവർക്ക്. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവാണ്. ഇതൊക്കെ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് റെഗുലറായി സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയും പോലെ അവർക്ക് സമൂഹത്തിൽ മുന്നേറും. ഇതും അണ്ണാക്കിന്റെ വിടവാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇതൊരു ചെറിയൊരു അണ്ണാക്കിന്റെ വിടവാണ്. അണ്ണാക്കിന്റെ വിടവ് വലുപ്പോ ചെറുപ്പോ അതല്ലെങ്കിൽ മൂർച്ചുണ്ടിന്റെ വലുപ്പോ ചെറുപ്പോ അതൊരു വിഷയമല്ല. നമുക്ക് ഏതൊരു കുട്ടിയെയും വളരെ നോർമൽ ആയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് കറക്റ്റ് ചെയ്ത് അവരെ നമുക്ക് നോർമൽ ആക്കാം. വേറൊരു നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരന്റ്സിനെ കൗൺസിൽ ചെയ്യുക. എങ്ങനെയാണ് ഇവർക്ക് തുടക്കത്തിൽ പാല് കൊടുക്കേണ്ടത്? അതായത് സാധാരണ ഒരു പുതിയൊരു അമ്മ ഒരു പുതിയൊരു ആദ്യത്തെ കുട്ടീനെ പാല് കൊടുക്കാൻ വളരെ കഷ്ടപ്പാടായിരിക്കും. രാത്രി ഉറങ്ങുണ്ടാവില്ല, അവര് ഉറക്കം ഒഴിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയായിരിക്കും. പക്ഷെ അണ്ണാക്കിന്റെ വിടവ് അല്ലെങ്കിൽ മുറിച്ചുണ്ടിന്റെ വിടവുള്ള ഒരു കുട്ടിക്ക് ഇതിന്റെക്കാട്ടും ബുദ്ധിമുട്ടായിരിക്കും പാല് കൊടുക്കാൻ. അതായത് എന്തുകൊണ്ടാണ്? അണ്ണാക്ക് തുറന്നിരിക്കുകയാണ്. നാം പാല് വലിച്ചു കുടിക്കണമെങ്കിൽ ഒരു ഇന്റാക്ട് ആയിട്ട് അണ്ണാക്കും വേണം, നാവും വേണം. നാവും അണ്ണാക്കിലേക്ക് പ്രസ് ചെയ്തിട്ട് വേണം, പ്രഷർ കൊടുത്തിട്ട് വേണം ഈ ഒരു കുട്ടി വലിച്ചു കുടിക്കാൻ. അപ്പൊ അണ്ണാക്ക് തുറന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് പ്രഷർ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് വേണം പാല് വലിക്കാൻ. അപ്പോൾ ഈ ക്ഷീണമായിട്ട് ഇവർ കിടന്നുറങ്ങും. അപ്പൊ അവർക്ക് പക്ഷെ പാല് ഇറക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ അവരെ വലിച്ചു കുടിക്കണേന് പതുക്കെ ബോട്ടിൽ അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് പതുക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഏതൊരു കുട്ടി പോലെ പാല് കുടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ ഇവരെ പാല് കൊടുക്കാം എന്നാണ് അടുത്ത നിങ്ങൾ കൗൺസിലിംഗിൽ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ ഈ മുറിച്ചുകൊണ്ട് അണ്ണാക്ക് വരാൻ, ചുണ്ടിന്റെ മാത്രം അല്ലെങ്കിൽ ചുണ്ടിന്റെ അണ്ണാക്കിന്റെ കറക്റ്റ് ആയിട്ട് സമയത്തിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഏതൊരു കുട്ടി പോലെ. ഇപ്പൊ അണ്ണാക്കിന്റെ തുറന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പാല് വലിച്ചു കുടിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മ പാല് കൊടുക്കുമ്പോൾ മൂക്കി കൂടെ ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ
വയറ്റിലേക്ക് പോകേണ്ട പാല് എങ്ങോട്ട് പോകും? നമ്മുടെ ലങ്സിലേക്ക് പോകും. എപ്പോഴും ഇൻഫെക്ഷൻ ആവും, കുട്ടീനെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ തരിപ്പി കയറും, കുട്ടി മരിക്കാൻ വരെ ചാൻസ് ഉണ്ട് മര്യാദയ്ക്ക് പാല് കൊടുത്തില്ലെങ്കിൽ. പ്രത്യേകിച്ച് ഇപ്പൊ ചിലപ്പോൾ താടിയൊക്കെ ഒത്തിരി പുറകിലേക്കായിട്ട് ഇരിക്കുന്ന കുട്ടിക്ക് ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് പാല് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യത്തിന് വെയിറ്റ് ഗെയിനും ഉണ്ടാവില്ല, ചിലപ്പോ ന്യൂട്രീഷൻ കുറഞ്ഞു തൊട്ട് ആ കുട്ടി മരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ട് പാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറാണ്, വയറ്റിലേക്ക് പോകേണ്ട പാലാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്തില്ലെങ്കിൽ എവിടെ പോവും? എല്ലാം ലങ്സിൽ പോയിട്ട് ഇൻഫെക്ഷൻ ആവും, അല്ലെങ്കിൽ തരിപ്പിൽ പോവും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കടമയാണ് ഇങ്ങനത്തെ ഒരു പാരന്റിനെ എങ്ങനെ പാല് കൊടുക്കണം, അവർക്ക് എത്രത്തോളം വെയിറ്റ് കൂടണം, എങ്ങനെയൊക്കെ വെയിറ്റ് കൂട്ടാം, അതൊക്കെ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്യുക, കറക്റ്റായിട്ട് പാല് കൊടുക്കുക, കറക്റ്റായിട്ട് ഓരോരോ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് റെഫർ ചെയ്യുക. അത് ഏതൊരു നമ്മുടെ ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കറിന്റെ കടമയാണ്. ഇപ്പൊ ഈ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ കുട്ടീനെ കുറച്ചൊന്ന് തല കുറച്ച് പൊക്കി വെച്ച് വേണം കൊടുക്കാൻ. ഇപ്പൊ മുറിച്ചുണ്ടിന്റെ വിടവാണെങ്കിൽ വിടവില്ലാത്ത ഭാഗത്തുകൂടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ മുറിച്ചുണ്ടും അണ്ണാക്കും അല്ലെങ്കിൽ അണ്ണാക്കിന്റെ വിടവുള്ളവർക്കാണ് ഈ വലിച്ചു കുടിക്കാനുള്ള ബുദ്ധിമുട്ട്. അവർക്ക് ഇതേപോലെ എക്സ്പ്രസ് ചെയ്ത് കൊടുത്തു നോക്കുക. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവര് ഇറക്കിക്കോളും. അല്ലെങ്കിൽ അമ്മയ്ക്ക് ആവശ്യത്തിന് പാലില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ബ്രസ്റ്റ് പമ്പ് മേടിക്കാൻ കിട്ടും. ബ്രസ്റ്റ് പമ്പ് മേടിച്ചിട്ട് എല്ലാ 2 മണിക്കൂർ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് നോക്കുക എത്ര ഔൺസ് അമ്മയ്ക്ക് പാല് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഉള്ളിടത്തോളം അമ്മയുടെ പാല് കൊടുത്തിട്ട് ബാക്കി പൊടിപ്പാല് കൊടുക്കാം. പൊടിപ്പാലും കറക്റ്റ് അളവിൽ കറക്റ്റ് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പാൽ വെയിറ്റ് കൂടും. ഇപ്പൊ വെയിറ്റ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? കുട്ടീനെ ഏതെങ്കിലും നല്ല പീഡിയാട്രീഷനെ കാണിച്ചിട്ട് വെയിറ്റ് കൂടുന്നില്ലെങ്കിൽ വേറെ എക്സ്ട്രാ ചെക്കപ്പ് ഒക്കെ ചെയ്യണം. ഇതുപോലെ പുറം തട്ടി ഗ്യാസ് കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ. കൊടുക്കണതിന് മുന്നേയും കൊടുക്കണ ഇടയ്ക്കും കൊടുത്ത ശേഷം വയർ ഇതുപോലെ തോളത്തിട്ട് പുറം തട്ടി നല്ലോണം ഗ്യാസ് കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പാലെല്ലാം വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ഈ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ കുട്ടി ഇതെല്ലാം ഛർദ്ദിക്കും. അപ്പൊ നമ്മൾ ഒന്നിക്ക് ഇരുത്തി കൊടുക്കാം, അല്ലെങ്കിൽ ബോട്ടിലിൽ കൊടുക്കാം. ഏതൊരു ഞെക്കാൻ പറ്റണ സോഫ്റ്റ് ബോട്ടിലും കൊടുക്കാം. ബോട്ടിൽ കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ ഇതേപോലെ നിപ്പിൾ കുറച്ച് വലുതാക്കി കുട്ടീനെ വലിപ്പിച്ച് കുടിക്കുന്നതിന് പകരം കുട്ടിക്ക് ഇറക്കാൻ പറ്റണ പാകത്തിന് സഹായിക്കണ എല്ലാ മാർഗത്തിലും ആൾക്ക് പാല് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലത്തെ അഴുക്കോ അതൊക്കെ ബോട്ടിലിൽ പറ്റിക്കഴിഞ്ഞാൽ കുട്ടീനെ പീഡിയാട്രീഷന്റെ അടുത്ത് കൊണ്ടുപോകാനേ നേരം ഉണ്ടാവും. അപ്പോ കറക്റ്റ് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ സ്റ്റെറൈലായിട്ട് കുട്ടിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കണം അതൊക്കെ സ്റ്റെറൈലായിട്ട് ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാല് കൊടുക്കേണ്ട വിധം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പാല് കൊടുക്കാം എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അതോ ഞാൻ ഇനി മുന്നോട്ട് പോയിക്കോട്ടെ? ഓക്കെ, ശരി. അപ്പോ നമ്മളിപ്പോ ഇതുവരെ നമ്മൾ മനസ്സിലാക്കി എങ്ങനത്തെ രീതിയിലൊക്കെ മുച്ചുണ്ട് മുറി അണ്ണാക്കുണ്ട്, എങ്ങനെ ഈ കുട്ടികളെയൊക്കെ നമുക്ക് ഇനീഷ്യലായിട്ട് അതായത് ജനിക്കുമ്പോൾ തൊട്ട് എങ്ങനെയൊക്കെ നോക്കണം, ഇനി നമുക്കിത് എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതൊക്കെ എപ്പോ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ജനിക്കുമ്പോൾ തൊട്ട് ആദ്യം പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചുണ്ടിന്റെ വിടവാണോ അണ്ണാക്കിന്റെ വിടവാണോ, ചുണ്ടിന്റെ അണ്ണാക്കിന്റെ വിടവുണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് വേറെ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ, ഇപ്പൊ കാലിന് ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായോ ബ്രെയിൻ സംബന്ധമായോ, കാരണം വളരെ ചില അസോസിയേറ്റഡ് സിൻഡ്രോംസോ അതൊക്കെ ആയിട്ട് നമുക്ക് ഈ കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യണം ആദ്യം. ജനിക്കുമ്പോൾ തൊട്ട് 3 മാസം വരെ കുട്ടി ഒരു നിയോനേറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യന്റെ കറക്റ്റായിട്ട് കുത്തിവെപ്പും കറക്റ്റായിട്ട് ചെക്കപ്പ് ഒക്കെ എടുക്കുന്നുണ്ടോ നോക്കുക, വെയിറ്റ് കൂടുന്നുണ്ടോ നോക്കുക, ഇനീഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏത് സെന്ററിലാണ് എടുക്കണേ അവിടേക്ക് ഈ കുട്ടീനെ റെഫർ ചെയ്തിട്ടുണ്ടോ നോക്കുക, വേണ്ടത്ര ബോധവൽക്കരണം ഇവർക്ക് അമ്മയ്ക്കും അമ്മയ്ക്ക് നോക്കണ ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തണം. അപ്പൊ ജനിക്കുമ്പോൾ 2 മാസം ഉള്ളിലാണ് ഇവരെ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിൽ എത്തണമെങ്കിൽ, ചുണ്ടിന്റെ അണ്ണാക്കിന്റെ വിടവുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചുണ്ടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു ടേപ്പും പ്ലേറ്റും ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചുണ്ടിന്റെ വിടവൊന്ന് അടുത്ത് വരും, മൂക്കിന്റെ ഭാഗം ഒന്ന് പൊന്തി കിട്ടും. ഇതിന് നേസോ ആൽവിയോളർ മോൾഡിംഗ് എന്ന് ചെയ്യും. ചിലപ്പോൾ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അതായത് കുട്ടികളുടെ പല്ല് ഡോക്ടർ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ കമ്പിയിടുന്ന ഡോക്ടർ അതായത് ഓർത്തഡോണ്ടിസ്റ്റ് ആയിരിക്കും ചെയ്യുക. ഏതൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് സെന്ററിൽ ഇതിന്റെ സൗകര്യങ്ങൾ ഉണ്ടാവും. ഇത് ചെയ്തുകൊണ്ട് ഭാവിയിലുള്ള ഓപ്പറേഷന്റെ എണ്ണം കുറയണമെന്നല്ല,
പക്ഷെ ഇതുപോലെ ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണാം, ചുണ്ടിന്റെ വൈഡ് ആയിട്ടുള്ള ഒരു വിടവാണ്. ഈ ടേപ്പും പ്ലേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിടവൊന്ന് അടുത്ത് വരും, മൂക്കിന്റെ ഭാഗം ഒന്ന് പൊന്തി കിട്ടും. സർജറി കഴിയുമ്പോൾ ഏതൊരു കുട്ടി പോലെയാവും. അപ്പോ ഈ ഒരു സൗകര്യം നിങ്ങൾ നേരത്തെ ഇവരെ ബോധവൽക്കരണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ലഭ്യമാവും. അപ്പൊ തുടക്കത്തിലത്തെ റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് ഈ ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ഓൾറെഡി ദശയുടെ ഭയങ്കര ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിടവൊന്ന് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിലത്തെ റിസൾട്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇത് എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കുമ്പോ തന്നെ നമ്മുടെ ഈ ഓർത്തഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് വന്നാൽ ഈ ഒരു ടേപ്പ് അളവെടുത്തിട്ട്, ഞാൻ വളരെ ക്വിക്കായിട്ടാണ് പോണേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു ടേപ്പും പ്ലേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചുണ്ടിന്റെ പൊന്തിയിരിക്കുന്ന ഭാഗം, ഇത് രണ്ട് സൈഡിലത്തെ ചുണ്ടിന്റെ വിടവാണ്, ഇതേപോലെ ടേപ്പും പ്ലേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊന്തിയിരിക്കുന്ന ഭാഗം ഒന്ന് അടുത്ത് വരും. ഈ രണ്ടാമത്തെ തവണ മൂക്കിന്റെ ഭാഗത്തേക്ക് ഒന്ന് പൊന്തി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിലത്തെ റിസൾട്ട് ഒന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവരെ മനസ്സിലാക്കി അത് വേണ്ടപ്പെട്ട ട്രീറ്റ്മെന്റ് എടുക്കാൻ ഗൈഡ് ചെയ്യാം. അപ്പോ തുടക്കത്തിലത്തെ ജനിച്ചോട്ട് 3 മാസം വരെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കി. ഇനി 3 തൊട്ട് 6 മാസം വരെ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എനിക്കറിയാം നിങ്ങൾ എല്ലാ മാസവും ഇവരെയൊക്കെ കാണുന്നുണ്ടാവാം, ഫ്രീക്വന്റ് ആയിട്ട് ഇവരുടെ വീട്ടില്, അല്ലെങ്കിൽ ഇവര് നിങ്ങളെ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലത്തെ വല്ലവരായിരിക്കാം. അപ്പൊ ഓരോരോ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കും. അപ്പൊ 3 തൊട്ട് 6 മാസം തൊട്ട് നമുക്ക് ഈ ചുണ്ടിന്റെ സർജറി ഷെഡ്യൂൾ ചെയ്യാം. ആരാ സംസാരിക്കണേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ 3 തൊട്ട് 6 മാസം വരെ നമുക്ക് ഈ ചുണ്ടിന്റെ സർജറി ചെയ്യാം. ഓരോരോ സെന്ററിൽ അവരുടേതായ ടൈം ലൈൻ ഉണ്ടാവും. ചിലവര് ജനിക്കുമ്പോ തന്നെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. സോറി, ഇന്ററപ്ഷൻ. ഹോസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അപ്പൊ ഡോക്ടർ വരും മാത്രം അൺമ്യൂട്ട് ചെയ്യാൻ മതിയല്ലോ. അവർ ഡോക്ടർ തുടങ്ങിക്കോ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ 3 തൊട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ ചുണ്ടിന്റെ സർജറി, അത് ഓരോരോ സെന്ററിൽ അവരുടേതായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ചിലവര് ജനിക്കുമ്പോ തന്നെ ചെയ്യണ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു സർജറിയിൽ നമുക്ക് കുട്ടിയുടെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ധൃതി പിടിച്ച് സർജറി ചെയ്യും. ഇപ്പൊ കുട്ടിക്ക് ചെറിയ ചുമ, പനി, ജലദോഷം തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പാരന്റ്സിന്റെ ഒരു ആഗ്രഹമാണ് എത്രയും പെട്ടെന്ന് കുട്ടിക്ക് സർജറി ചെയ്തു തീർക്കണമെന്ന്. പക്ഷെ കുട്ടിയുടെ ആരോഗ്യം ആണ് ഇമ്പോർട്ടൻറ്റ്. ധൃതി പിടിച്ച് സർജറി ചെയ്യണേൽ യാതൊരു കാര്യമില്ല, നേരത്തെ കൂട്ടി സർജറി ചെയ്യണേലും കാര്യമില്ല. ചുണ്ടിന് അങ്ങനെ ഇന്നൊരു സമയം ഇല്ല. നേരെ മറിച്ച് അണ്ണാക്കിനെ സംബന്ധിച്ച് ഇന്നൊരു സമയപരിധി ഉണ്ട്. കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നെയാണ് അണ്ണാക്കിന്റെ സർജറി ചെയ്യണത്. അത് വിചാരിച്ചിട്ട് നേരത്തെ പിടിച്ച് അണ്ണാക്കിന്റെ സർജറി ചെയ്യാനും പാടില്ല. എന്തുകൊണ്ടാ? അണ്ണാക്കിന്റെ, അതായത് താടിയിൽ അണ്ണാക്കിന്റെ സർജറി നേരത്തെ ചെയ്ത മോൾ താടിയുടെ വളർച്ചയെ ബാധിക്കും. അപ്പോ ചുണ്ടിന്റെ സർജറിക്ക് അങ്ങനെ സമയപരിധി ഇല്ല. 3 തൊട്ട് 6 മാസം ഓരോരോ ട്രീറ്റ്മെന്റ് സെന്ററിൽ അവരുടേതായ ഗൈഡ് ലൈൻ പോലെ ചെയ്യുണ്ടാവും. അണ്ണാക്കിന്റെ സർജറിക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ സമയപരിധി ഉള്ളൂ. ഇപ്പൊ 3 തൊട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടോ ഏത് ട്രീറ്റ്മെന്റ് സെന്ററിലാണോ ട്രീറ്റ്മെന്റ് എടുക്കണേ അവര് പറയണ പോലെ കറക്റ്റ് സമയത്ത് ചുണ്ടിന്റെ സർജറി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ചുണ്ടിന്റെ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പാടുണ്ടാവും. നമുക്ക് തീരെ പാടില്ലാതെ വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പാടുണ്ടാവും. ആ പാട് തീരെ ഇല്ലാണ്ട് വരുത്താനാണ് ഏതൊരു സർജനും ആഗ്രഹം, അല്ലെങ്കിൽ ഏതൊരു പാരന്റിന്റെ ആഗ്രഹം ആ കുട്ടി ഏതൊരു കുട്ടിയുടെ പോലെ തന്നെ ആവണം. അപ്പോ നമ്മൾ സർജറിയിലും അത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ തീരെ പാടില്ലാണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇപ്പോ പാടുണ്ടെങ്കിൽ തന്നെ വളരെ ജെല്ലും ക്രീമൊക്കെ പുരട്ടി കറക്റ്റായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിന്റെ ഉള്ളിൽ ഈ പാട് വളരെ മിനിമലായി മാറും. അല്ലെങ്കിൽ ഭാവിയിൽ കുറച്ചും കൂടി കുട്ടി വലുതാവുമ്പോൾ ചുണ്ടോ മൂക്കോ ഭംഗി കൂട്ടേണ്ട സർജറി ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് വളരെ നല്ല രീതിയിലൊരു അപ്പിയറൻസ് കിട്ടും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം തൊട്ട് 2 വയസ്സിന്റെ ഉള്ളിലാണ്, അതായത് ഒരു കുട്ടിക്ക് 8 മാസം അല്ലെങ്കിൽ 8 മാസം 1 വയസ്സിന്റെ ഉള്ളിലാണ് അണ്ണാക്കിന്റെ സർജറി. അപ്പൊ അതായത് സംസാരം തുടങ്ങുന്നതിന് മുന്നേ. ചുണ്ടിന്റെ സർജറി കഴിഞ്ഞു, അണ്ണാക്കിന്റെ വിടവുള്ളവർക്ക് നമ്മളൊരു
8 മാസം തൊട്ട് 1 വയസ്സ്. ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ താടി ഒത്തിരി പുറകിലേക്കാണ്, ഓൾറെഡി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ അണ്ണാക്കും കൂടി അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തുടക്കത്തിൽ തന്നെ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പൊ ചില കുട്ടികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ താടി ഒത്തിരി പുറകിലേക്കായിരിക്കും. അപ്പൊ അവർക്ക് ഓൾറെഡി ശ്വാസം എടുക്കുമ്പോൾ ഇവിടെ നെഞ്ചത്ത് ഇങ്ങനെ വലിവുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ 1 വയസ്സ് 3 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. കാരണം സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുട്ടികൾക്ക് 1 വയസ്സ് 3 മാസത്തിനുള്ളിലൊക്കെ നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പൊ ചുണ്ടിന്റെ സർജറി ഒരു 3 മാസം ടു 6 മാസം, അണ്ണാക്കിന്റെ സർജറി ഒരു 9 മാസം ടു 1 വയസ്സ് 3 മാസത്തിന്റെ ഉള്ളിൽ സർജറി ചെയ്തു. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ചുണ്ടിന്റെ പാട് കുറയ്ക്കാൻ വളരെ മസാജും അങ്ങനെ പല രീതിയിൽ കുറയ്ക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് പാട് കുറയ്ക്കേണ്ടി വരാം. അണ്ണാക്കിന്റെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ണാക്കിന്റെ സർജറി കുട്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യണേ. അണ്ണാക്കിന്റെ സർജറി കുട്ടി ഇപ്പൊ സർജറി ചെയ്തില്ലെങ്കിലും സംസാരിക്കേണ്ട കുട്ടികളാണെങ്കിൽ സംസാരിക്കും. സമയത്തിന് ചെയ്യണതെന്ന് പറഞ്ഞാൽ സംസാരം ക്ലിയർ ആയി വരാനാണ്. അപ്പൊ സമയത്തിന് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടികൾ തെറ്റായ രീതിയിൽ ഉച്ചാരണങ്ങൾ തുടങ്ങി പിന്നെ ലേറ്റ് ആയിട്ട് സർജറി ചെയ്യുമ്പോൾ ഇവരുടെ പറയണ വാക്കുകളൊക്കെ ക്ലിയർ ആവില്ല. അപ്പൊ സമയത്തിന് അണ്ണാക്കിന്റെ ഓപ്പറേഷൻ ചെയ്ത് റെഗുലറായി സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 വയസ്സിന്റെ ഉള്ളിൽ ഇവരുടെ ഒരു സംസാരം സമൂഹത്തിൽ ഏതൊരു കുട്ടി സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പിൽ ഇവരൊരു ഓഡ് വൺ ഔട്ട് ആവില്ല. അല്ലെങ്കിൽ ഇവരെന്താ സംഭവിക്കുക, ഇവനെന്താ ഇങ്ങനെ സംസാരിക്കണേ, ആ രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ അണ്ണാക്ക് ആർക്കും അടയ്ക്കാം. അണ്ണാക്ക് അടയ്ക്കണേലല്ല കാര്യം, ഏതൊരു കുട്ടിയും സംസാരിക്കണ രീതിയിൽ എത്തിക്കലാണ് നമ്മൾ ഒരു അണ്ണാക്കിന്റെ വിടവിനെ സംബന്ധിച്ച് ആവശ്യം. അപ്പൊ ആദ്യത്തെ സർജറി ആണ് ഇപ്പൊ ചുണ്ടിന്റെ വിടവായാലും അണ്ണാക്കിന്റെ സർജറി ആയാലും ആദ്യത്തെ സർജറി വളരെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ബെനിഫിറ്റ് ഉള്ളൂ. 2ാമത്തെയും 3ാമത്തെയും സർജറിയൊക്കെ ആവശ്യം വരികയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഓപ്പറേറ്റഡ് അണ്ണാക്കിൽ പിന്നെയും ചെയ്യുമ്പോൾ സംസാരം നന്നായി വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ ഈ ഒരു സർജറിയൊക്കെ ചെയ്യുമ്പോൾ വളരെ നല്ല ഒരു സെന്ററിൽ മാത്രം അല്ലെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സിൽ ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ അണ്ണാക്കിന്റെ സർജറി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേൾവി എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് അണ്ണാക്ക് തുറന്നിരിക്കണ കാരണം ഈ ചെവിയുടെ ട്യൂബ് അണ്ണാക്കിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്തിലേക്കാണ് ഓപ്പൺ ചെയ്യണത്. അപ്പൊ കൂടെ അണ്ണാക്കിന്റെ സർജറി കഴിഞ്ഞാൽ അണ്ണാക്കിന്റെ മുന്നേ ഇവർക്ക് കേൾവി സംബന്ധമായ പല പ്രശ്നങ്ങളും നേരിടാം. അപ്പൊ റെഗുലർ ആയിട്ട് ENT അതേപോലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഇവര് 2 പേരെയും റെഗുലർ ആയിട്ട് ചെക്കപ്പ് എടുക്കാൻ മറക്കരുത്. ഇപ്പോ ചുണ്ടും അണ്ണാക്കും കഴിഞ്ഞു, പാരന്റ്സിന്റെ പല കാഴ്ചപ്പാടും അവരുടെ സർജറി എല്ലാം കഴിഞ്ഞു. അല്ലെങ്കിൽ ചുണ്ടിന്റെ സർജറി കഴിയുമ്പോൾ കാണുമ്പോൾ ഉള്ള പ്രശ്നം തീർന്നു, ഇനിയിപ്പോ അണ്ണാക്കിന്റെ സർജറി എന്തിനാണ്? ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഏതൊരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ ചുണ്ടും അണ്ണാക്കിന്റെ സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും 2 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ പാൽപ്പല്ലുകൾ വരുമ്പോൾ പാൽപ്പല്ലുകളുടെ ഇമ്പോർട്ടൻസ്, പാൽപ്പല്ലുകൾ കേടുവരാതിരിക്കുക, ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിച്ച് അത് എല്ലാ വർഷവും ചെക്കപ്പ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കാനുള്ള ഗൈഡൻസ് ഒക്കെ കൊടുത്ത്, ഈ ബോട്ടിൽ ഫീഡ് ചെയ്യണ കുട്ടികൾക്ക് ഇപ്പോ അണ്ണാക്കിന്റെ വിടവ് ഇല്ലാത്ത കുട്ടികൾ തന്നെയാണെങ്കിൽ പല്ലുകളെ കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ വലിയ പല്ലുകൾ വരുമ്പോൾ നിരതെറ്റി വരാനുള്ള ചാൻസ് ഈ പ്രത്യേകിച്ച് മുറിച്ചുകൊണ്ട് അണ്ണാക്കുള്ള കുട്ടികൾക്ക് വരാം. അപ്പൊ ഇന്ന കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി റെഗുലർ ആയിട്ട് ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ ഒരു പാൽപ്പല്ല് വരണ സമയത്തും വലിയ പല്ല് വരണ സമയത്ത് ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ അല്ലെങ്കിൽ ജനറൽ ഡെന്റിസ്റ്റിനെ കാണിച്ച് അവർക്ക് വേണ്ട ഇന്റർവെൻഷണൽ ട്രീറ്റ്മെന്റ്, അതായത് നിരതെറ്റി പല്ലുകൾ വരാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കേടുകൾ വരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പല്ലുകൾ നല്ല ക്ലീൻ ചെയ്ത് വെക്കാനുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഇനീഷ്യൽ ചുണ്ടും അണ്ണാക്കും ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നല്ല. ഇത് ഓരോരോ സ്റ്റേജിൽ പല ആൾക്കാർക്കും ഇതിലൊരു റോൾ ഉണ്ട്. സർജന് മാത്രമോ അതല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനോ മാത്രം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ വർക്കർ, ആശാ വർക്കറിന് മാത്രം ഈ കുട്ടിക്ക് എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ജനിച്ചോട്ട ഒരു ഗൈനക്കോളജിസ്റ്റ്, ഒരു നിയോനേറ്റോളജിസ്റ്റ്, ഒരു പീഡിയാട്രീഷ്യൻ, ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തഡോണ്ടിസ്റ്റ്,
ഈ റീകൺസ്ട്രക്റ്റീവ് സർജൻ, ആശാ വർക്കർ, ജനറൽ ഡെന്റിസ്റ്റ്, പ്ലാസ്റ്റിക് സർജൻ, അല്ലെങ്കിൽ ഓർത്തോ, അതായത് ഈ പറഞ്ഞ മാക്സിലോഫേഷ്യൽ സർജൻ, എല്ലാവർക്കും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, എല്ലാവർക്കും ഓരോരോ സമയത്ത് ഓരോരോ രീതിയിൽ ഇവരുടെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് പ്ലാനിൽ റോൾ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഇവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ടോ നമ്മൾ അത് ഉറപ്പുവരുത്തണം. അപ്പോൾ ജനിക്കുമ്പോൾ തൊട്ട് ചുണ്ടിന്റെ അണ്ണാക്കിന്റെ സർജറി കഴിഞ്ഞു, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു, അവർക്ക് സ്പീച്ച് തെറാപ്പി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അവരുടെ സ്പീച്ച് സെഷൻസ്, അതായത് എന്താ അണ്ണാക്കിന്റെ സർജറി ചെയ്തു കഴിഞ്ഞാലും ഈ അണ്ണാക്കും ചില കട്ടി കൂടിയ വാക്കുകൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അണ്ണാക്ക് പുറകിലേക്ക് ചെന്ന് നമ്മുടെ അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടി കൂടിയ വാക്കുകൾ പറയുമ്പോൾ മൂക്കിൽ കൂടെ സൗണ്ട് വരാണ്ടിരിക്കും. അപ്പോൾ അത് കറക്റ്റാക്കി കൊണ്ടുവരാം. അതിനെ ഹൈപ്പർ നേസാലിറ്റി എന്ന് പറയും. ഇപ്പൊ നമ്മൾ കാക്ക, പൂച്ച അങ്ങനെയൊക്കെ പറയുമ്പോൾ ക്ലിയർ ആയി വരാൻ വേണ്ടിയിട്ട് അണ്ണാക്കും പിന്നിലേക്ക് തട്ടണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, മൂക്കിൽ കൂടെ സൗണ്ട് വരും. അത് കറക്റ്റ് രീതിയിൽ സ്പീച്ച് തെറാപ്പി, സ്പീച്ച് പത്തോളജിസ്റ്റ്, എക്സ്പീരിയൻസ്ഡ് സ്പീച്ച് പത്തോളജിസ്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, റെഗുലറായി സെഷൻസ് അറ്റൻഡ് ചെയ്താലേ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റൊരു സെഷൻ കൊണ്ട് ലഭിക്കുന്നതല്ല. അത് റെഗുലറായി ഓരോരോ സെഷൻസ്. ഇപ്പോ ഒരു കുട്ടീനെ ഒറ്റ ട്യൂഷൻ ക്ലാസ് കൊണ്ട് നമുക്ക് ടോപ്പർ ആക്കാൻ പറ്റില്ല. പക്ഷെ റെഗുലറായി മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ ആവശ്യങ്ങളും എല്ലാ ഗൈഡ് ലൈൻസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിലത്തെ എല്ലാ കുട്ടികൾക്കും നമുക്ക് നല്ല രീതിയിൽ ഒരു പാസ് മാർക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടപ്പെട്ട ഗൈഡ് ലൈൻ കൊടുത്തില്ലെങ്കിലോ ആ ക്ലാസ്സിൽ വളരെ കുറച്ച് ആൾക്കാരെ പാസ്സാവും. അതുപോലെ ഈ കുട്ടികൾക്ക് എല്ലാ രീതിയിലും ഓരോരോ സ്റ്റേജിൽ ഗൈഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് എല്ലാം സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാം. 6 തൊട്ട് 12 വയസ്സ് വരെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ജനറൽ ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് വേണ്ടപ്പെട്ട എല്ലാ പല്ലുകളും നല്ല നിരയിൽ വരുന്നുണ്ടോ, അല്ല കേടുകൂടാതെ വരുന്നുണ്ടോ, സമയത്തിന് പല്ലുകൾ പോകുന്നുണ്ടോ, സമയത്തിന് പല്ലുകൾ വരുന്നുണ്ടോ, അതൊക്കെ ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരാം. അങ്ങനത്തെ ഗൈഡ് ലൈൻസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. സംസാരം, കേൾവി, വരണ പല്ലുകൾ നല്ല രീതിയിൽ, നമ്മുടെ പൊതുവെയുള്ള ഓറൽ ഹൈജീൻ നല്ല രീതിയിൽ വെക്കുന്നുണ്ടോ, അതൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇനി ഈ ഒരു സമയത്ത് 6 തൊട്ട് 8 വയസ്സിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ടിലത്തെ വലിയ പല്ലുകൾ വരണ സമയമാണ്. അതായത് പാൽപ്പല്ലുകൾ പോയി വലിയ പല്ലുകൾ വരണ സമയത്താണ്. പക്ഷെ എന്താ സംഭവിച്ചത്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മോണയുടെ ഒരു വിടവ് ബാക്കിയുണ്ട്. ആ മോണയുടെ വിടവിൽ എന്താ സംഭവിക്കുക, പല്ല് വരില്ല. ഒരു മണ്ണുള്ള സ്ഥലത്തെ ചെടി വളരും. അതേപോലെ ഒരു എല്ലുള്ള ഭാഗത്തെ പല്ല് വരും. അപ്പൊ ആ മോണയുടെ വിടവില് പല്ല് വരണ സമയത്ത് നമ്മൾ ആ ഭാഗത്ത് എല്ല് പിടിപ്പിക്കണം. അതിനെ ആൽവിയോള ബോൺ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ആ സമയത്തും ഇതുപോലെ അതായത് എന്താ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, ഇതിനോടുള്ള എല്ലാ സൗകര്യമുള്ള ഒരു ട്രീറ്റ്മെന്റ് സെന്ററിൽ ആദ്യമേ കുട്ടിയെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഓരോരോ സമയത്ത് ഓരോരോ വിഭാഗത്തിലെ ആൾക്കാർ ഈ കുട്ടിക്ക് വേണ്ടപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുത്തോളും. പിന്നെ ബോൺ ഗ്രാഫ്റ്റിംഗ്, അതായത് 7 തൊട്ട് 9 വയസ്സിന്റെ ഉള്ളിൽ ബോൺ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, മൂക്കിന്റെ ഭാഗത്ത് കാണുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ഒറ്റയാളെ കൊണ്ട് മാത്രം ഇത് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതല്ല. ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് സെന്ററിൽ ഇതിന്റെ പല സ്പെഷ്യലിസ്റ്റുകളും അടങ്ങുന്ന പല ട്രീറ്റ്മെന്റ് സമയത്ത് ഓരോരോ കുട്ടിക്ക് വേണ്ടപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജനിച്ചു തൊട്ട് കുട്ടി വലുതാവുന്ന വരെ ലഭിക്കേണ്ട പല ട്രീറ്റ്മെന്റും കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനത്തെ കുട്ടികൾക്ക്. അപ്പൊ 13 വയസ്സിൽ എന്താ സംഭവിക്കാന്ന്, പല്ല് കമ്പി ഇടേണ്ടി വരാം. അതേപോലെ മൂക്കിന്റെ ഭംഗി കൂട്ടേണ്ട സർജറി വരാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇപ്പൊ ചുണ്ടിന്റെയും മൂക്കിന്റെ ഒക്കെ ഭംഗി കൂട്ടേണ്ട സർജറി നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കാലക്രമേണ ചിലപ്പോൾ ചുണ്ടിന്റെയോ മൂക്കിന്റെയോ ഭംഗി കുറവ് കാരണം ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പലപ്പോഴും കളിയാക്കപ്പെടും. ഇപ്പോ
കേൾക്കുന്നില്ല സാറേ. ഹലോ ഹലോ വരുൺ സാറിന്റെ റേഞ്ച് പോയിന്ന് തോന്നുന്നു. റേഞ്ച് പോയിന്റ് റേഞ്ച് പോയിന്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. പോയിക്കാണേ. അയ്യോ, അപ്പൊ എവിടെ വരെ നിങ്ങക്ക് കേട്ടിരുന്നു നിങ്ങള്? കേട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞ കേട്ടോ? ഹലോ, അത് കേക്കല്ലേ? കേക്കാണ്ടോ? കേക്കാം കേക്കാം കേക്കാം. എന്നെ ഹോസ്റ്റ് ആക്കിയിട്ടില്ല.
ഓക്കെ ആണോ? ഹലോ, യെസ് യെസ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ചുണ്ടിന്റെ സർജറി കഴിഞ്ഞു, അണ്ണാക്കിന്റെ സർജറി കഴിഞ്ഞു, റെഗുലറായി സ്പീച്ച് തെറാപ്പി അറ്റൻഡ് ചെയ്യുന്നു, കേൾവിയൊക്കെ ചെക്ക് ചെയ്യുന്നു, പല്ലുകളൊക്കെ കറക്റ്റ് ആക്കി കൊണ്ടുവരുന്നു. അപ്പോഴും ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 വയസ്സ് തൊട്ട് ഇവർ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ ഈ ചുണ്ടിന്റെയും അണ്ണാക്കിന്റെയും ഈ പറഞ്ഞ ചിലപ്പോൾ ഭംഗി കുറവ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്ന ഒരു കുട്ടി പറയാണ്, പലപ്പോഴും എന്റെ മൂക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ചുണ്ട് കണ്ടിട്ട് കളിയാക്കുന്നു. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമൂഹത്തിൽ കളിയാക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചുണ്ടിന്റെയോ മൂക്കിന്റെയോ ഭംഗി കൂട്ടേണ്ട സർജറി ഇതിന്റെ ഇടയിൽ ചെയ്യാം. പിന്നെ 13 വയസ്സില് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കമ്പി ഇട്ടിട്ട് ഈ നിരതെറ്റിയ പല്ലുകളൊക്കെ കറക്റ്റ് ആക്കി ആ സമയം കൊണ്ട് എല്ലാ വലിയ പല്ലുകളും വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മുകളിലത്തെ താടി കുറച്ച് പുറകിലേക്കായിരിക്കും. അപ്പോൾ ഒരു വിവരമുള്ള പീഡിയാട്രിക് ഡെന്റിസ്റ്റോ അല്ലെ ഓർത്തഡോണ്ടിസ്റ്റോ ഈ ഒരു പാൽപ്പല്ല് വരണ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുകളിലത്തെ താടി അല്ലെങ്കിൽ കീഴ്ത്താടിയുടെ ഗ്രോത്ത് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു പരിധി വരെ ഇവരുടെ വളർച്ചയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഭാവിയിൽ ഈ പറഞ്ഞ താടിയലിന്റെ സർജറിയിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് ആ സിവിയറിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇത്രയും നേരം പറഞ്ഞത് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന രീതികളാണ് പറഞ്ഞത്. അപ്പൊ ചില കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ ചിലവർക്ക് ഇതൊന്നും ലഭിക്കാൻ പലപ്പോഴും അറിയാണ്ട് അല്ലെങ്കിൽ സൗകര്യങ്ങൾ ലഭിക്കാതെ അല്ലെങ്കിൽ ചിലപ്പോ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പേടി കൊണ്ട് കറക്റ്റായിട്ട് സമയത്തിന് സർജറികൾ നേടാൻ പറ്റാണ്ട്. എല്ലാവർക്കും അറിയോ ഇതാരാന്ന്? ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് ആരാന്നറിയോ? ഋഷിരാജ് സിംഗ്. അപ്പൊ ഈ ഋഷിരാജ് സിംഗിനും നിങ്ങൾക്ക് ചിലപ്പോ അറിയണ്ടാവില്ല ഇതുപോലൊരു വൈകല്യം ഉണ്ടായിരുന്നു മുറിച്ചുണ്ട് അണ്ണാക്കിന്റെ. ആളുടെ വാക്കുകളൊന്നും. ഞാനും നിങ്ങൾ പോലെ ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ പോലെ ഒരു മുറി ചുണ്ടും പിന്നെ മുറി അണ്ണാക്കുള്ള ഒരു പേഷ്യന്റ് നേരത്തെ ആയിരുന്നു. അത് താങ്കളുടെ ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പോ ആളും ഇതുപോലെ മുറിച്ചുകൊണ്ട് അണ്ണാക്കിന്റെ വിടവുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വൈകല്യം ഉണ്ടായിട്ടും കൂടിയും ആള് ഇത്രയും സമൂഹത്തിൽ നല്ല ഉയർന്ന നിലയിലേക്ക് വന്നു. പക്ഷെ ആളെ സംബന്ധിച്ച് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ആള് രാജസ്ഥാനിലായിരുന്നു. അന്ന് ആ കാലത്ത് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഒന്നും അവിടെ, അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ കുറച്ച് ഉൾഭാഗത്ത് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഒത്തിരി അവയർനെസ് ഇതിന് വന്നു. അപ്പൊ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് ലഭിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യാത്രയിലോ പലരെയും കാണാം ഇപ്പോഴും ഇതേപോലത്തെ സർജറി പല കാരണം കൊണ്ട് സമയത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ സമയപരിധി ഇല്ല. ഏതൊരു പ്രായത്തിൽ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ആകെ കൂടി ഒരു പരിമിതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാക്കിന്റെ സർജറി കുറച്ചും കൂടി ആ സംസാരം വരണേന് മുന്നേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സംസാരം കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭാവിയിൽ സംസാരത്തിന്റെ ഇംപ്രൂവ്മെന്റ് സർജറി നമുക്ക് ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനേക്കാളും മോശമായ അവസ്ഥയിൽ ഞാനായിരുന്നു. കാരണം താങ്കളുടെ കുട്ടികളുടെ ഓപ്പറേഷനൊക്കെ നടന്നു കഴിഞ്ഞു. പക്ഷെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. 17 വർഷം വരെ എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഈ മുറി അണ്ണാക്കിനെ സംബന്ധിച്ച് ഓപ്പറേഷൻ എനിക്ക് നടത്താനുള്ള ഒരു സാഹചര്യവും രാജസ്ഥാൻ സ്റ്റേറ്റിൽ ഇല്ലായിരുന്നു. ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷെ ഇനിയും ആ അവസ്ഥയിൽ തിരിച്ചു പോകാൻ എനിക്ക് പറ്റുന്നില്ല. പല ക്ലാസ്സിലും അല്ലെങ്കിൽ കോളേജിലും കളിയാക്കപ്പെട്ടു. അപ്പൊ ആള് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് അവിടുത്തെ സർജനെ മീറ്റ് ചെയ്ത് ഇനിയിപ്പോ എത്ര കഷ്ടപ്പെട്ടാലും 17 വയസ്സിൽ ആള് സർജറി ചെയ്തു. എന്നിട്ട് ആളിപ്പോൾ ഏതൊരാളുടെ പോലെയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നു. അപ്പോ ഇതൊന്നും മനസ്സിലാക്കണത് ഇതൊരു ഇങ്ങനത്തെ ഒരു വൈകല്യങ്ങൾ പലരും ഈ പ്രശ്നം കൊണ്ട് അബോർഷൻ തന്നെ ചെയ്യണതുണ്ട്. അപ്പോ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏതൊരു കുട്ടിയുടെ പോലെ അവർക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ ഏതൊക്കെ സെന്ററിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഏതൊക്കെ സെന്റർ ഇതില് ഇൻവോൾവ് ഉണ്ട്? ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഇതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെയും ഫ്രീ ആണ്. ഇപ്പൊ പല ചാരിറ്റി ഓർഗനൈസേഷൻസും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് BPL കാർഡും അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര ഇൻകത്തിന് താഴെയുള്ളവർക്കൊക്കെ സർജറികൾ ഫ്രീ ആണ്. ഇപ്പൊ സ്മൈൽ ട്രെയിൻ അല്ലെങ്കിൽ ഡോയ്ഷ് ക്ലബ്റ്റ് അല്ലെങ്കിൽ പല
സംഘടനകളും ഫ്രീ ആയിട്ട് ആദ്യത്തെ സർജറി തൊട്ട് അവസാനത്തെ സർജറി വരെ എല്ലാ സർജറികളും ഇങ്ങനത്തെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ കാലത്തുണ്ട്. ഇപ്പൊ ജൂബിലി മിഷനെ കുറിച്ച് പേഴ്സണലി അറിയാവുന്ന സർ കേൾക്കുന്നില്ല. Sir, we'll get back soon. സോറി ട്ടോ, എന്താന്ന് അറിയില്ല. എവിടെ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് ആയേ? ഹലോ സാർ, കറക്റ്റ് 13 to 19 ചോദ്യങ്ങളാണ്. നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ ഏതുവരെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. സൗജന്യമായി ചികിത്സ ലഭിക്കുന്ന സ്ഥലത്തെ ഓക്കെ. അപ്പോ കേരളത്തിലും ഇന്ത്യയിലും പല സെന്റേഴ്സും ഉണ്ട്. അതായത് ഇപ്പൊ മെഡിക്കൽ കോളേജില് പല സർജറിയും ഫ്രീ ആണ്. അതേപോലെ കേരളത്തിൽ ഇപ്പോ പല ചാരിറ്റി ഓർഗനൈസേഷൻ, ഇപ്പൊ സ്മൈൽ ട്രെയിനും ഡോയ്ഷ് ക്ലെഫ്റ്റും അല്ലെങ്കിൽ പല ചാരിറ്റി ഓർഗനൈസേഷനും ഈ ഇങ്ങനത്തെ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തൊട്ട് അവസാനത്തെ സർജറി വരെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന സെന്റർ എന്ന് പറയുന്നില്ല. ഇപ്പോ എനിക്കറിയാവുന്ന ഇപ്പൊ ഏതൊരു കുട്ടിക്കും ജനിക്കുമ്പോൾ തൊട്ട് അവസാനമുള്ള സർജറി കറക്റ്റ് സമയത്ത് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ അങ്ങനത്തെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതൊരു സെന്ററിലും അതേപോലെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു സർജറി മാത്രമല്ല, പീഡിയാട്രീഷ്യൻ, നല്ലൊരു അനസ്തെറ്റിസ്റ്റ്, നല്ല സർജറി കഴിഞ്ഞിട്ടുള്ള കെയർ, ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ഡെന്റിസ്റ്റ്, അവരെല്ലാവരും അടങ്ങിയ ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെന്റ് കെയർ ഉറപ്പുവരുത്തണ ഏതൊരു സെന്ററിനും നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികളെ ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം റെഫർ ചെയ്യാം. അപ്പോൾ സ്മൈൽ ട്രെയിൻ പറഞ്ഞ സെന്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അനന്തപുരി, ജൂബിലി, സ്പെഷ്യലിസ്റ്റ്, മലബാർ അങ്ങനത്തെ സെന്റേഴ്സ് ആണ്. ഇത് കൂടാതെ മെഡിക്കൽ കോളേജും ഉണ്ട്, ഈ പറഞ്ഞ പോലെ പല NGO ഓർഗനൈസേഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന സെന്റർ എന്ന് പറയണില്ല, നിങ്ങൾക്ക് ഇതുപോലെ ഉറപ്പ് വരുത്തിയിട്ട് ഏതൊരു സെന്ററിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികളെ അവരുടെ മാതാപിതാക്കളെയും റെഫർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഇതുപോലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇതിപ്പോ നടുവിലുള്ള ഒരു വിടവാണ്. ഇതിപ്പോ കണ്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സൈഡിൽ മാത്രമുള്ള വിടവ് അല്ലെങ്കിൽ രണ്ട് സൈഡിൽ മാത്രമുള്ള വിടവാണ്. ഇതിപ്പോ നടുവിലത്തെ വിടവാണ്. ഇത് മിഡ് ലൈൻ ക്ലെഫ്റ്റ് എന്ന് പറയും. ഇതിപ്പോ ഒരു സൈഡിലത്തെ പകുതിയുള്ള ചുണ്ടിന്റെ വിടവാണ്. ഇത് സർജറി കഴിഞ്ഞിട്ട്. ഇപ്പോ സർജറി കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ കണ്ട ആരെങ്കിലും പറയും ചുണ്ടിന്റെ വിടവുണ്ടെന്ന്? അപ്പോ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് ആരും മാതാപിതാക്കളോ അവരുടെ ബന്ധുക്കളോ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവര് ഏതൊരു കുട്ടിയുടെ പോലെ നമുക്ക് ആക്കാൻ പറ്റും. ഇതൊരു സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവാണ്. ഇത് ആ കുട്ടി സർജറി കഴിഞ്ഞിട്ട് തീരെ പാടില്ലാതെ ആക്കാമെന്ന് ആരും ഒരു സർജനും ഗ്യാരണ്ടി ചെയ്യില്ല. പക്ഷെ വളരെ നല്ല രീതിയിൽ നമുക്കൊരു ഔട്ട്കം കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്താം.
ഇത് അടുത്തൊരു ഇപ്പൊ ഇതിപ്പോ ലെഫ്റ്റ് റൈറ്റ് വൈഡ് നാരോ അങ്ങനെ പല രീതിയിൽ പല രൂപത്തിലും ഇങ്ങനത്തെ വിടവ് വരാം. നമുക്ക് വിടവിന്റെ വിഡ്ത്തോ ലെങ്തോ ബ്രെഡ്ത്തോ ഒരു വിഷയമല്ല. നമുക്ക് ഇതിന് നല്ല ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ഈ കുട്ടിക്ക് ലഭിക്കണം എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവാണ്. ആ കുട്ടി കുറച്ചും കൂടി വലുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കുട്ടി പോലെ തന്നെ ഉണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവ് സർജറിക്ക് ശേഷം കുറച്ചും കൂടി വലുതായിട്ട്. കുറച്ചും കൂടി റൈറ്റ് സൈഡിലത്തെ വിടവ്. ഇത് രണ്ട് സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവ്. രണ്ട് സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവ് ഈ ഭാഗത്തും ഈ ഭാഗത്തും വിടവ് കാണാം. നടുഭാഗത്തെ മോട ഇങ്ങനെ പൊന്തിയിരിക്കുന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നടുഭാഗം ഇങ്ങനെ പൊന്തിയിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു സൈഡത്തെ വിടവാണെങ്കിൽ ഈ ചുണ്ടിന്റെ ഭാഗം ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു ടേപ്പും പ്ലേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ വിടവൊന്ന് താഴ്ന്നു കിട്ടും. അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിടവാണ്. സർജറിക്ക് ശേഷം നമുക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കൂളിൽ പോണ സമയത്ത് ഈ ചുണ്ടിന്റെ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നിട്ട് ഇടിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ താഴ്ന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ പലപ്പോഴും ഈ കുട്ടികളെ കാണുമ്പോൾ എന്താടാ ഇവന്, അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടി ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ചപ്പിയിരിക്കണേ, അല്ലെങ്കിൽ മൂക്ക് ഇങ്ങനെ താഴ്ന്നിരിക്കണേ. അപ്പൊ പല ഫ്രണ്ട്സും അല്ലെങ്കിൽ ഇതിനോട് അറിയില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കളിയാക്കിന്ന് വരാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ചുണ്ടിന്റെയോ മൂക്കിന്റെയോ ഭംഗി കൂട്ടേണ്ട സർജറി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ ഒരു ഔട്ട്കം കൊടുക്കാം. ഇതാണ് ഈ ഒരു കുട്ടിയാണ്. ഈ കുട്ടി 5.5-6 വയസ്സിൽ മൂക്കിന്റെ ഭംഗി കൂട്ടേണ്ട സർജറി ചെയ്തിട്ടുള്ള രൂപമാണിത്. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ അഥവാ എന്തെങ്കിലും സ്റ്റക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. ഞാനിതിങ്ങനെ പറഞ്ഞു പോണ ഇടയ്ക്ക് നിങ്ങളെയും കാണുന്നില്ല. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോ പല സ്റ്റേജിൽ ഇപ്പൊ കുറച്ചും കൂടി മൂക്കിന്റെ പാലം ചിലപ്പോൾ വളർന്നിരിക്കുന്നുണ്ടാവും. അപ്പോ അതിന്റെ പാലത്തിന്റെ കറക്ഷൻ കുറച്ചും കൂടി വളർച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടി വരാം. അതും റൈനോപ്ലാസ്റ്റി എന്ന് പറയും. ചിലപ്പോൾ സ്കൂളിൽ പോണ സമയത്ത് നമുക്ക് ഒരു പരിധി വരെ ഭംഗി കൂട്ടേണ്ട സർജറി ചെയ്യാം, അല്ലെങ്കിൽ വളർച്ച കഴിഞ്ഞിട്ടും ഇതിന്റെ ഭംഗി കൂട്ടേണ്ട സർജറി ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, വലിയ പല്ല് വരണ സമയത്ത് ഇതേപോലെ മോണയുടെ വിടവ് ഉണ്ടാവും. അപ്പോ ആ ചെടി നടന്ന കാര്യം ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ചെടി മണ്ണുള്ള സ്ഥലത്ത് മാത്രമേ വരൂ. അപ്പൊ വലിയ പല്ല് വരണമെങ്കിൽ ഇവിടെ എല്ലുണ്ടാവണം. ആ എല്ല് വെക്കണത് 8-9 വയസ്സാകുമ്പോൾ ഈ വിടവിൽ ഏത് പല്ലാ വരണേ ആ വരണ സമയത്താണ് ആൽവിയോള ബോൺ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സർജറി നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് പറഞ്ഞ പോലെ താടിയലിന്റെ വളർച്ചയെ ബാധിക്കാം, അല്ലെങ്കിൽ കീഴ്ത്താടിയുടെ വളർച്ച കൂടുതലാവാം. മുകളത്തെ താടിയുടെ അണ്ണാക്കിന്റെ സർജറി കഴിഞ്ഞ മുകളത്തെ താടിയുടെ വളർച്ച കുറവായിരിക്കും. അപ്പൊ താടിയലിന്റെ സർജറി ഇപ്പൊ മുകളത്തെ താടി ആയാലും കീഴ്ത്താടി ആയാലും പല ഭംഗി കൂട്ടേണ്ട സർജറിയും അല്ലെങ്കിൽ സംസാരം ഇമ്പ്രൂവ് ചെയ്യേണ്ട സർജറിയും ചിലപ്പോൾ സംസാരം ഒരു 6-7 വയസ്സിലോ സംസാരത്തിന്റെ ഇമ്പ്രൂവ് ചെയ്യേണ്ട സർജറി അല്ലെങ്കിൽ വളർച്ച കഴിഞ്ഞു കഴിഞ്ഞിട്ട് താടിയലിന്റെ സർജറി ഭംഗി കൂട്ടേണ്ട സർജറി ഒക്കെ ചെയ്യേണ്ടി വരാം. അപ്പോ ഇതുവരെ പറഞ്ഞത് നമ്മൾ ഒരു സാധാരണ രീതിയിലുള്ള മുറിച്ചുണ്ടും അണ്ണാക്കിന്റെ വിടവാണ്. ഇനി ഇതേ വിടവ് ഞാൻ പറഞ്ഞു, ആദ്യം ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിരുന്നു എങ്ങനെയാണ് നമ്മുടെ മുഖം അല്ലെങ്കിൽ മുഖത്തിലത്തെ പല സ്ട്രക്ചേഴ്സും ഫോം ചെയ്യണ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. ഇതേ പ്രശ്നം നമ്മുടെ ചുണ്ടിന്റെ സൈഡിലത്തെ വിടവ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ണിലേക്കുള്ള വിടവ്, ഇപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിടവ്, അല്ലെങ്കിൽ ചുണ്ടിന്ന് കണ്ണിന്റെ താഴ്ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ചുണ്ടിന്റെ ചെവിയുടെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ചുണ്ടിന്റെ താഴത്തെ ചുണ്ടിന്റെ വിടവ്, അങ്ങനെ പല രീതിയിൽ മുഖത്ത് വിടവുകൾ വരാം. ഇതൊന്നും ഭയപ്പെടേണ്ടതല്ല. കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളില്ലെങ്കിൽ, അതായത് ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ വേറെ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരാൾ കൊണ്ട് മാത്രം വിചാരിച്ച നടക്കണതല്ല, ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. സർജൻ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല, ഇതൊരു ടീം എഫേർട്ട്. നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബോധവൽക്കരണം, കറക്റ്റായിട്ട് ഇവർക്ക് പാല് കൊടുക്കേണ്ട വിധം, കറക്റ്റായിട്ട് ഇതിനോട് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് റെഫർ ചെയ്യാൻ
കറക്റ്റ് ആയിട്ട് ഈ ഒരു ഓരോരോ സമയത്ത് ഇവർക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ടോ അതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് നിങ്ങളുടെയും കടമയാണ്. ഇതാണ് എൻ്റെ ടീം. ഡോക്ടർ ഇടംവാലി ആയിരുന്നു ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ആള് നമ്മുടെ കൂടെ ഇല്ല. ബാക്കി എല്ലാവരും ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ഈ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് വരണം എന്നല്ല, ഇതിനോട് ലഭിക്കുന്ന ഏതൊരു നല്ല ട്രീറ്റ്മെന്റ് സെന്ററും, അതായത് ഈ കുട്ടിക്കും ജനിച്ചൊട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും, ജനിച്ചൊട്ട് കുട്ടി വലുതാവണ വരെ പല സ്റ്റേജിൽ പല ട്രീറ്റ്മെന്റും പല സ്പെഷ്യലിസ്റ്റുകളുടെയും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. അങ്ങനെ ലഭിക്കുന്ന ഏതൊരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും. താങ്ക് യു. നിങ്ങൾക്ക് ഏതൊരു സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് നമുക്ക് വളരെ ലളിതമായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നെ. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇപ്പൊ ചോദിക്കാം. ഹലോ മാം. ഹലോ ചോദിച്ചോളൂ. സർ സ്ലൈഡ് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാമോ? സ്ക്രീൻ ഷെയറിംഗ്. ഓക്കെ, ഒരു മിനിറ്റ്. അതെ, ഇങ്ങനെ ക്ലബ് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. അവനെ 52-ാം ദിവസം ഫസ്റ്റ് സർജറി ചെയ്തു, ലിപ്പ്. അത് കഴിഞ്ഞ് 52-ാം ദിവസം എന്നിട്ട് ലിപ്പ് ക്ലിയർ ചെയ്തു. പാലറ്റും ഉണ്ടായിരുന്നു, പാലറ്റും സർജറി ചെയ്തു. ഇപ്പൊ കമ്പി ഇട്ടിട്ടുണ്ട്. പല്ല് 13 വയസ്സിൽ 10 വയസ്സില് കറക്റ്റ് നിരയില് വരുന്ന പറഞ്ഞു. അത് നിരയിലല്ല, കറക്റ്റ് നിരയിലല്ല വന്നേ. അത് കഴിഞ്ഞ് ഇപ്പൊ കമ്പി ഇട്ടിരിക്കുകയാണ്. പാലറ്റിന്റെ മുകളിലും കമ്പി ഇട്ടിട്ടുണ്ട്. ഒരു പല്ല് പാലറ്റിന്റെ മുകളിലായിട്ട് വന്നിരിക്കുന്നത്, നേരെ തെറ്റിയിട്ട്. അപ്പൊ ഇപ്പൊ 9 വയസ്സില് ഒരു എല്ല് വെക്കുന്ന ഒരു ശസ്ത്രക്രിയ ഉണ്ടെന്ന് പറഞ്ഞു. അത് മോളെ ചെയ്തിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ട്രീറ്റ്മെന്റിന് പോയപ്പോ മിക്കവാറും അത് തുടർന്ന് എല്ലെടുത്തിട്ട് ചെയ്യേണ്ടി വരും പറഞ്ഞു. അത് എത്ര ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് എന്നറിയണം. പിന്നെ പല്ല് ഇപ്പൊ 4 വർഷമായി. ഇപ്പൊ കമ്പി കമ്പി മാറ്റിയിട്ടില്ല. കമ്പി ഇട്ടിട്ടുണ്ട് പല്ലിന്. പാലറ്റിന്റെ മുകളിലത്തെ കമ്പിയും അഴിച്ചു വെച്ചിട്ടില്ല, പല്ലിമത്തിയും അഴിച്ചു വെച്ചിട്ടില്ല. അത് പാലറ്റിന്റെ മുകളിലത്തെ പല്ല് നീങ്ങി വരുന്നില്ല. അപ്പൊ ഇപ്പോ സംശയം മോണയുടെ സർജറി ചെയ്യണോ വേണ്ടയോ എന്നാണോ നിങ്ങളുടെ സംശയം? മോണയുടെ അല്ല, പാലറ്റിന്റെ മുകളിലെ ഒരു വിടവായിട്ട് തന്നെയാണ് സർജറി ചെയ്തെങ്കിലും കൂടെ നിങ്ങള് ഇപ്പൊ എന്റെ ഒരു പ്രസന്റേഷൻ കണ്ട ഞാൻ ആ ഒരു മോണയുടെ വിടവിന്റെ ഭാഗത്തിനെ കുറിച്ച് സംസാരിച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അത് ഇടുക്കുന്ന എല്ലെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, 8-9 വയസ്സിലാണ് പൊതുവെ ആ വിടവില് വരണ പല്ല് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് ആ പല്ല് വരും, വിടവില് വരില്ല. മനസ്സിലായില്ലേ? ഇപ്പോ വായുവിൽ ചെടി വരാനുള്ള ചാൻസ് കുറവായ എല്ല് വേണം പല്ല് വരാൻ. അപ്പൊ കമ്പി ഇടാനും ഇതേ പ്രശ്നം വരും. അപ്പോ നമുക്ക് ആ സ്ഥലത്ത് എല്ല് പിടിപ്പിച്ചിട്ട് പല്ലിനെ ആ വിടവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനാണ് അവര് പറഞ്ഞ ബോൺ ഗ്രാഫ്റ്റിംഗ്, ആൽവിയോള ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്യണത് നല്ലതായിരിക്കും എന്ന് പറയുന്നത്. മനസ്സിലായോ? താങ്ക് യു സർ. വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീരെ സംശയം ചോദിച്ചില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ആർക്കൊന്നും മനസ്സിലായില്ല. കുറെ കാര്യങ്ങൾ ചോദിച്ചോളൂ. നിങ്ങളുടെ സംശയങ്ങൾ മാത്രമല്ല, എന്തെങ്കിലും ചെറിയ ആശങ്കകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം കേട്ടോ. ഹലോ, പറഞ്ഞോളൂ. സാർ, ഈ മെഡിക്കൽ കോളേജില് അങ്ങനെ ഈ സർജറി ഫ്രീ എങ്ങനെയാ ചെയ്യണതെന്ന് ഒന്ന് ക്ലിയർ ആക്കി തരാമോ? മെഡിക്കൽ കോളേജിലും ഓരോ മെഡിക്കൽ കോളേജിലും ഡിഫറെന്റ് ആയിരിക്കും. ചില മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് സർജറി വിഭാഗം ആയിരിക്കും ചെയ്യുക. ചില കോളേജിൽ പ്ലാസ്റ്റിക് സർജറി ആയിരിക്കും.
ചിലപ്പോൾ മാക്സിലോ ഫേഷ്യൽ ആയിരിക്കും. ഓരോ മെഡിക്കൽ കോളേജിലും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ പല ആൾക്കാർ ഡിപ്പാർട്ട്മെന്റും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോ മെഡിക്കൽ കോളേജും സംബന്ധിച്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച് ചാർജ് ഒക്കെ ഫ്രീ ആയിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ കുറച്ച് ഡിലേ ഉണ്ടായിരിക്കാം, തിരക്ക് കൊണ്ട് ഡിലേ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ചിലപ്പോൾ കുറച്ച് വൈകി ട്രീറ്റ്മെന്റ് ലഭിക്കാനും ചാൻസ് ഉണ്ട് സമയത്തിന്, അല്ലെങ്കിൽ എല്ലാ സ്പെഷ്യാലിറ്റി ആൾക്കാരുടെയും ലഭ്യത ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം അടങ്ങിയ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിൽ ചെല്ലണതായിരിക്കും നല്ലത്. മനസ്സിലായില്ലേ? അവിടെയും ഇതേപോലെ ഈ പറഞ്ഞ ഓരോരോ NGO സഹായിക്കണ കാരണം ഈ സർജറി ഒക്കെ ഫ്രീ ആണ്. പിന്നെ ഒരു സംശയം ഉണ്ട് സാറേ, ഈ മുറിവണ്ണാക്ക് എന്ന് പറയുന്നത് ഇത് എത്ര വയസ്സ് മുതലാണ് ഒന്ന് ക്ലിയർ ആക്കി തരാമോ? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ളതൊന്ന് ക്ലിയർ ആക്കി തരാമോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അണ്ണാക്ക് എന്തിനാണ് ഓപ്പറേറ്റ് ചെയ്യണത്. അണ്ണാക്ക് വെറുതെ അടക്കലല്ല. അണ്ണാക്കിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കാണ്ടോ? കേക്കാനില്ലേ? ഹലോ, കേക്കാണ്ടോ? അപ്പൊ അണ്ണാക്ക് നമ്മൾ എന്തിനാ ഓപ്പറേറ്റ് ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അണ്ണാക്ക് അടയ്ക്കണം. ഹലോ, കേക്കാനില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പോ ചോദിച്ച ആൾക്ക് കേൾക്കണില്ല തോന്നുന്നു. അപ്പൊ എന്തായാലും ഞാൻ പറയാം. അതായത് അണ്ണാക്ക് സംസാരത്തിന് വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നേരത്തെ അണ്ണാക്ക്, അതായത് 8 മാസത്തിന് മുന്നേ അണ്ണാക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താടിയലിന്റെ വളർച്ചയെ ബാധിക്കും. സംസാരം തുടങ്ങിക്കഴിഞ്ഞ ശേഷം അണ്ണാക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. കേൾക്കാനില്ലേ? ബാക്കി ആൾക്കാർക്ക് കേൾക്കാണ്ടോ? കേൾക്കുന്നുണ്ട്. സംശയം ചോദിച്ച ചേച്ചി, റേഞ്ച് ചിലപ്പോ കുറവായിരിക്കും. റേഞ്ച് ഉള്ള സ്ഥലത്തിരുന്ന് കേൾക്കും, കുറച്ചുകൂടി ബെറ്റർ ആയി കേൾക്കായിരിക്കും. അപ്പൊ നമ്മൾ വൈകി ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പറയണ വാക്കുകളൊക്കെ ക്ലിയർ ആയി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ 8 മാസം തൊട്ട് 1 വയസ്സ് 3 മാസത്തിന്റെ ഉള്ളിൽ അണ്ണാക്ക് ഓപ്പറേറ്റ് ചെയ്യണതായിരിക്കും എപ്പോഴും ഉചിതം. നമുക്ക് എപ്പോ വേണമെങ്കിൽ അണ്ണാക്കിന്റെ സർജറി ചെയ്യാം, നേരത്തെ അല്ല, ഇത് കഴിഞ്ഞിട്ടും. പക്ഷെ സംസാരം ക്ലിയർ ആക്കി കൊണ്ടുവരാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കാം. ഇപ്പൊ നേരത്തെ ഞാനൊരു ഫോട്ടോ കാണിച്ചു, ഒരാൾ പറഞ്ഞു ഇത് അണ്ണാക്കിന്റെ വിടവല്ല. അത് അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ലേറ്റ് ആയിട്ട് ഡിലിറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആ രീതിയിലുള്ള അണ്ണാക്കിന്റെ വിടവുള്ള കുട്ടികൾക്ക് സംസാരം ക്ലിയർ ആക്കി കൊണ്ടുവരാൻ കുറച്ചും കൂടി പാടാണ്. അപ്പൊ എത്രയും നേരത്തെ ഇത് ഡിറ്റക്ട് ആക്കി കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് ലഭിക്കുക, എന്നിട്ട് സ്പീച്ച് തെറാപ്പി ഒരു എക്സ്പീരിയൻസ് സ്പീച്ച് പത്തോളജിസ്റ്റിനെ കാണിച്ച് റെഗുലറായി സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നതായിരിക്കും ഈ അണ്ണാക്കിന്റെ വിടവുള്ള കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സഞ്ജീവ് സാറിനെ കൊണ്ട് ഒരു വാക്ക് സഞ്ജീവ് സാറുണ്ടോ? ഒരു എക്സ്പീരിയൻസ് ഒരു ക്ലാസ്സിനെ പറ്റി ആശാ വർക്കേഴ്സിന് ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? സംശയമല്ലാതെ ഹൗ വാസ് ഇറ്റ് യൂസ്ഫുൾ എന്നുള്ളത്. ഓക്കെ, സംശയങ്ങളിലേക്ക് പോകും. So now I request Dr. Guruvayur branch president to present to today's speaker, Dr. ഞാൻ ഡോക്ടർ ജോജി ജോർജ് ആണ്. IDA ഗുരുവായൂർ ബ്രാഞ്ചിന്റെ പ്രസിഡന്റ് ആണ്. 1997-2001 കാലഘട്ടത്തിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ
ഒന്ന് ഡോക്ടർ എഡൻവാല സാറിന്റെ കൂടെ കുറച്ച് നിമിഷങ്ങൾ കിട്ടിയിരുന്നു. അത് വളരെ വിലപ്പെട്ട നിമിഷങ്ങളായിട്ട് കണക്കാക്കുകയാണ്. ഒപ്പം ജൂബിലി മിഷൻ സ്മൈൽ ട്രെയിൻ പ്രോജക്റ്റും എഡൻവാല ഡോക്ടറും ചെയ്ത ആ സേവനങ്ങൾ ഇന്ന് ഡോക്ടർ വരുൺ മേനോൻ അത് ഏറ്റുപിടിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ. തൃശ്ശൂർ ജില്ലയിലെ ഒരു മാലാഖ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുക ഡോക്ടർ എഡൻവാല സാറിനെയാണ്. ഇന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ഒരു അമരക്കാരനായിട്ട് ഉള്ള നല്ലൊരു മാക്സിലോഫേഷ്യൽ സർജനായിട്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള മാർഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസന്റേഷൻ ആശാവർക്കർമാർക്ക് നടത്തിയ ഈ സാമൂഹിക പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തൃശൂർ IDA ചാലക്കുടി മറ്റെല്ലാ ബ്രാഞ്ചുകളും മലബാർ ഡെന്റൽ കോളേജും ക്ലബും എല്ലാം കൂടെ നൽകിയത് വലിയൊരു വിജയം. ഡോക്ടർ വരുൺ മേനോന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു. ആശാ വർക്കർ ബിമോൾ എന്ന് പറഞ്ഞ ആശാ വർക്കറിന്റെ ഡൗട്ട് എന്താ ഞാൻ കേട്ടില്ല, അങ്ങനെ പറയാം. ഹലോ ഹലോ ആ മാം എന്താ പറഞ്ഞ കേട്ടില്ല. ആ ബബിമോളാണ് മാം. ഹലോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ചാറ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനാണ് ആദ്യം ചോദിച്ചത് കൊച്ചിന്റെ സർജറിയുടെ കാര്യം. ശരി ശരി ശരി, ഓക്കെ. പിന്നെ എന്തിന്റെ ഡെഫിനിഷൻ, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവണം എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ കുറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. എന്റെ മോൻ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേ അതിന് ഇതുവരെ ഒരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് ചോദിച്ചില്ല മാത്രം. വളരെ വാല്യുബിൾ ആയ ഒരു ക്ലാസ് ആയിരുന്നു. ഇതുകൊണ്ട് ഞാൻ ഇത് മെനക്കെട്ട് കേട്ടിരുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ്. ഇനി മോനെ വേറെ എവിടെയെങ്കിലും ചെക്കപ്പിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ഇനി വേറെ ഏതെങ്കിലും വേറൊരു ഡോക്ടേഴ്സിന്റെ കൂടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒന്നും കൂടെ വേറെ ഡോക്ടർമാരുടെ അഭിപ്രായം കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വേറെ എന്താണ്? ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ ആൾക്ക് 15 വയസ്സായി. 15 വയസ്സിൽ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞ എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്തു. ക്രമ അനുസരിച്ച് അവർ പറയുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൂക്കിന്റെ വിസ്താരം കൂട്ടി, ചുണ്ടിലെ ലിപ്പിലെ എല്ലാ സർജറി, കാലറ്റ്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് ചെയ്യണമെങ്കിൽ പഴയ പോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ട് അല്ലെങ്കിൽ സ്ലിപ്പും കൊണ്ട് ഏത് ഡോക്ടർമാരെയാണ് ഇവിടെ വന്ന് കാണിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ എല്ലാ റെക്കോർഡ്സും ആയിട്ട് ഏതൊരു ട്രീറ്റ്മെന്റ് സെന്ററിലും അപ്രോച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അവരെല്ലാരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഗൈഡൻസ് തരുന്നതാണ്. പക്ഷെ അതിൻ്റെക്കാട്ടി ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എല്ലാ ട്രീറ്റ്മെന്റ് ഈ പ്രായത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് ഇനി ആവശ്യം, എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഏതൊരു ട്രീറ്റ്മെന്റ് സെന്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇനി എല്ലാം അവിടെ ചെന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണേനും അല്ലാതെ നിങ്ങളുടെ ആവശ്യം, ഇനിയിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ സംസാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, കേൾവിയുടെ ബുദ്ധിമുട്ടാണോ, അതോ പല്ലിന്റെ ബുദ്ധിമുട്ടാണോ, അതോ മൂക്കിന്റെ അപാകത, ചുണ്ടിന്റെ അപാകത, അങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് ഒരു ട്രീറ്റ്മെന്റ് സെന്ററിന് ചെല്ലുമ്പോൾ അവർക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സർജറി, പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്നു നിങ്ങൾ എല്ലാ സ്റ്റേജിലും എല്ലാ സർജറിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? കേട്ടു സാർ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഞങ്ങൾ സ്പീച്ച് ചെയ്തു. ENT-നെ 6 മാസം കൂടുമ്പോ ENT-നെ കാണിക്കുന്നുണ്ട്. ചെവിക്കൊന്നും പ്രശ്നമില്ല. എന്നുള്ളൊരു അക്ഷരമായിരുന്നു മിസ്സിങ്, ബാക്കിയെല്ലാ അക്ഷരങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്പീച്ച് തെറാപ്പിക്ക് പോയത്. പിന്നെ അയാളുടെ പേര് അതുപോലെ ഇട്ടു. അപ്പൊ അങ്ങനെ സാമൊക്കെ ആൾ പറഞ്ഞു തുടങ്ങി.
കൂടുതലും ഈ ഒരു 13-14 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പല്ല് നിരതെറ്റിയിരിക്കണത്, അത് ഇപ്പൊ നമ്മൾ കമ്പിയിട്ട് റെഡിയാക്കി തുടങ്ങി. ഇപ്പൊ മോണയുടെ സർജറി ബാക്കിയുണ്ടെന്ന് പറയുന്നു. പിന്നെ കാർഡിയലിന്റെ സർജറി ചിലപ്പോൾ വേണ്ടി വരാം. അതേപോലെ മൂക്കോ ചുണ്ടോ ഭംഗി കൂട്ടേണ്ട സർജറി ആവശ്യമുണ്ടോ എന്ന് നോക്കിയാൽ മതി. യൂഷ്വലി ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ഇന്ന സർജറികളാണ് പൊതുവെ ബാക്കി വരാറുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ബാക്കി ഇന്നത്തേതാണെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് ആവശ്യമെന്ന് ആദ്യം നിങ്ങളും കുട്ടിയും മനസ്സിലാക്കി അതിനാവശ്യമായി നിങ്ങൾ ഏതൊരു ട്രീറ്റ്മെന്റ് സെന്ററിനെ എല്ലാ റെക്കോർഡ്സ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. Now I think we can move on to vote of thanks session. I will invite Dr. Kiran, IDA Chalakudy Branch Secretary, for delivering vote of thanks. Thank you. മുറിച്ചുണ്ടും മുറിയണ്ണാക്കും എന്ന ജന്മവൈകല്യം കൃത്യമായ സമയത്ത് ചികിത്സ ചെയ്ത് ഭേദമാക്കപ്പെടാവുന്ന ഒരു രോഗാവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ഭയപ്പെടുകയല്ല, ആ രോഗിയെയും അവരുടെ വീട്ടുകാരെയും ആശ്വസിപ്പിച്ച് അവരെ കൃത്യമായ സെന്റേഴ്സിലേക്ക് എത്തിക്കുകയുമാണ് വേണ്ടത്. എന്ന ഈ കാര്യം വളരെ വ്യക്തമായി, വളരെ സിമ്പിളായി നമ്മൾക്ക് ഇന്ന് പറഞ്ഞു തന്ന ജൂബിലി മെഡിക്കൽ കോളേജിലെ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ ക്ലെഫ്റ്റ് സെന്ററിലെ ഡോക്ടർ വരുൺ മേനോന് നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നതിന് നന്ദി ആദ്യമായി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ വരുൺ മേനോൻ for this excellent presentation. You have reached great heights, but you have more heights to conquer. പിന്നെ ഇന്നത്തെ ഈ ടോക്കിന് ഞങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും നൽകിയ CDH കേരള സ്റ്റേറ്റ് ചെയർപേഴ്സൺ ഡോക്ടർ സെബി വർഗീസ്, അദ്ദേഹത്തിന്റെ കോൺസ്റ്റന്റ് സപ്പോർട്ടും എൻകറേജ്മെന്റുമാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് നടത്താൻ ഞങ്ങളെ സഹായിക്കുന്നത്. I thank Dr. സെബി വർഗീസ് for all his support for the Thrissur District Committee. Next, I thank all the branches of the Thrissur District Committee who joined together for this wonderful program. Then I would like to thank the presence of Dr. P. Sanjeev Kumar, DPM of the National Health Mission, for his support. Then I thank Dr. Chitra Prasanna of Malabar Dental College for hosting and organizing this wonderful event. പിന്നെ ഇന്നത്തെ ഈ ഇവന്റ് സക്സസ് ആയത് സത്യം പറഞ്ഞാൽ ഇതിലെ പാർട്ടിസിപ്പേഷൻ കാരണമാണ്. വി ഹാഡ് എ വണ്ടർഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് നിയറിംഗ് 100 പീപ്പിൾ, ആശാ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ഇവന്റ്. ആശാ വർക്കേഴ്സ് ഒക്കെ ഒരു ഫസ്റ്റ് ഫ്രണ്ട് വർക്കേഴ്സ് ആയ കാരണം അവർക്ക് പൊതുജനങ്ങളുമായി ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. അവർക്ക് ഈ ക്ലാസ്സിൽ അവർ കണ്ട കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ സഹായിക്കും. പിന്നെ ഇന്നത്തെ MC ആയ ഡോക്ടർ ബിനീത, താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് ദിസ് ഇവന്റ്. ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് Thrissur District Committee and IDA Chalakudy, I heartily congratulate all the participants for participating in this event. And I would like to mention one person also. He is Dr. Joji Peter. Without his effort, this program wouldn't have happened. So I would like to thank our CDE chairperson of IDA Chalakudy, Dr. Joji Peter, for coordinating this wonderful event. Thank you. Thank you very much, everyone. So see you soon in the next program. Thank you, sir. Thank you. Excuse me, myself Dr. Chitra from Malabar Dental College. I would like to thank IDA District Committee for collaborating with Malabar Dental College for this program. And IDA Chalakudy, IDA Thrissur, ഇതിനു മുന്നും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആന്റി ടുബാക്കോ ഡേയില്. ആൻഡ് ഇതിനും നമ്മളെ അസോസിയേറ്റ് ചെയ്യാൻ ക്ഷണിച്ചതിൽ വളരെയധികം നന്ദി. മലബാർ ഡെന്റൽ കോളേജിന്റെ പേരിൽ എല്ലാ ബ്രാഞ്ചസ് ഓഫ് ഐഡിയയിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. Thank you, Chitra. Dr. Chitra, we need your help. Thank you, sir. Thank you, sir. Thank you, Sebi, sir. Thank you. Thank you very much. Good night. Good night. Good night. Hey, good night. Shall I end the program? Okay, Dr. thank Benita, you. shall I? Yes, ma'am. Yes, ma'am. Thank you, ma'am. Okay.
Oh, Thank you, yes. Vinita. Thank you. Thank you. Thank you. Thank you, everyone. Thank you, Dr. Joji. Thank you.